ഏവർക്കും 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതൊരു 30 ദിവസത്തെ പ്രോഗ്രാമാണ്. 30 ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യേണ്ടുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ പ്രോഗ്രാം. നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ഈ പറയുന്ന മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ മനസ്സിലാക്കുക, ലൈഫിൽ അത് അപ്ലൈ ചെയ്യുക. എന്തിനാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ടുന്നത്? മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ്? അത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. നമ്മളെല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എവിടേക്കോ ഒരു ഡെഫിസിറ്റ്, ഒരു കുറവ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വേണം, കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. മേ ബി സംടൈംസ് അത് ചില മണി ബ്ലോക്ക് ആയിരിക്കാം. സമ്പത്ത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എന്നിലേക്ക് വരുന്നില്ല. അവസരങ്ങൾ എനിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. മെച്ചപ്പെട്ട നല്ല വലിയ അവസരങ്ങൾ എന്നിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ എന്റെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മനോഹരമാക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് എന്റെ മാത്രം റിലേഷൻഷിപ്സ് ഇങ്ങനെ ആയി പോകുന്നത്? എനിക്ക് എല്ലാരുമായിട്ട് നന്നായിട്ട് ജെല്ലായി പോകാൻ കഴിയുന്നില്ലല്ലോ. ഇനി ഒരു കൂട്ടരെ ഒരു പക്ഷെ പറഞ്ഞേക്കാം, എനിക്ക് അസറ്റ്സ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, എനിക്ക് നല്ല കരിയർ ഉണ്ടാകുന്നില്ല, ഇങ്ങനെ. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്, മറ്റുള്ളവരൊക്കെ സന്തോഷമായി ജീവിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താണ് സന്തോഷം ലഭിക്കാത്തത്? ഇനി ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന ഇമോഷൻസ്, നമ്മൾ പാസ്റ്റിൽ നമ്മുടെ ലൈഫിലുണ്ടായ കുറേയധികം ഇവന്റ്സും ഇൻസിഡൻസും കുറേയധികം ആളുകൾ, ഇതൊക്കെ ചേർന്ന് നമ്മുടെ മനസ്സ് മെസ്റ്റപ്പായി കിടക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സന്തോഷമായി നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്ത് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാമിംഗ് ചെയ്ത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി അതിന്റെ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം, നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി കൊണ്ടുപോകാൻ നമുക്കിങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ 30 ഡേയ്സ് പ്രോഗ്രാമിലൂടെ പറയുന്നത്. ഇതിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും അപാരമായ കഴിവുകളും അപാരമായ ടാലന്റുകളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കുറെ കഴിവുകളുണ്ട്, സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റും നമ്മുടെ കുടുംബവും ഫാമിലിയും നമ്മളുടെ മതവും സമൂഹവും എല്ലാം ചേർന്ന് നമ്മളെ ഉള്ളിലേക്ക് കുറേയധികം പ്രോഗ്രാമുകൾ ഇട്ട് തരികയാണ്. വീട്ടിൽ നിന്നും കുറെ പ്രോഗ്രാമുകൾ കിട്ടും. പിന്നെ മുതിർന്ന് വന്നിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ പെയർ ഗ്രൂപ്പ്, കൂട്ടുകാരിൽ നിന്ന് കുറെ പ്രോഗ്രാമുകൾ കിട്ടും, ടീച്ചേഴ്സിന്റെ നിന്ന് കിട്ടും, എൻവയോൺമെന്റ് കുറച്ച് തരും, റിലേറ്റീവ്സ് കുറച്ച് തരും. പിന്നെ നമ്മുടെ മതവും സംസ്കാരവും ഒക്കെ കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്, അതുപോലെ ചുറ്റുമുള്ളതെല്ലാം ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരാള് ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അബ്സോർബ് ചെയ്യുന്നു. ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട്, ഓഫ് കോഴ്സ് നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് പ്രോഗ്രാമാണ് നാളെ നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്നത്. ഇത് ഉള്ളിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ സ്റ്റക്കായി പോകുന്നു. അവിടെയാണ് നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ടി വരുന്നത്. റിസർച്ച് പറയുന്നത് ബ്രെയിനെ റീവയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ്. അപ്പൊ ബ്രെയിനിലേക്ക് നമ്മൾ പുതിയ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക, പുതിയ ശീലങ്ങൾ കൊടുക്കുക, പുതിയ പാറ്റേൺസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ബ്രെയിനിനുണ്ട്. ആ കഴിവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് പുതിയ വിശ്വാസങ്ങൾ, ബിലീഫ് സിസ്റ്റം മാറ്റാൻ നമുക്ക് സഹായിക്കും. ഈ തന്ന പ്രോഗ്രാമുകളെല്ലാം, അതായത് നമ്മളെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മളിലേക്ക് എടുക്കുന്ന കുറേ പ്രോഗ്രാമുകളെ, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളെ, നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളെ പൊളിച്ചെഴുതാനും മാറ്റി പുതിയ വിശ്വാസങ്ങൾ സ്ഥാപിക്കാനും ബ്രെയിനെ റീവയർ ചെയ്താൽ അതിലൂടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ലൈഫിനെ, എൻറ്റയർ ലൈഫിനെ മാറ്റാമെന്നുള്ള കണ്ടുപിടുത്തമാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു, ബിലീഫ്സ് മാറുന്നു, നമ്മുടെ വിശ്വാസങ്ങൾ മാറുന്നു. നമ്മളെ കൂടുതൽ ഏറ്റവും ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സഹായിക്കുന്ന രീതിയിലുള്ള റീപ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ ഒരു പക്ഷേ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇതുവരെ ആരും പറയാത്ത
റീപ്രോഗ്രാമിംഗ് ടെക്നിക്കുകളാണ് 30 ദിവസം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഒരു വിഷന്റെ പാർട്ടാണ്. ഒരുപാട് പേർക്ക് ഇതിലൂടെ അവരുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കണം. ഒത്തിരി പേർക്ക് സന്തോഷകരമായ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കണം. കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കണം. ഒരുപാട് പേർക്ക് സന്തോഷമുണ്ടാകണം. അവരുടെ ബെസ്റ്റ് ലൈഫ് അവർക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുള്ള എന്റെ വിഷന്റെ പാർട്ടായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എഴുതിയെടുക്കുക. ഇതിന്റെ 30 പ്രോഗ്രാം നിങ്ങളുടെ നോട്ട്ബുക്കിലാക്കുക. അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും വിജയം വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഇത് കൂടുതൽ ഉപകാരപ്രദം ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ പേർ ജീവിതത്തിലേക്ക് ഉയർന്നു വന്ന ഏറ്റവും മനോഹരമായ ഒരു ബെറ്റർ പ്ലേസ് ആകട്ടെ നമ്മുടെ ഭൂമി, ഈ പ്രപഞ്ചം, ഈ ലോകത്തുള്ള എല്ലാവരും, നമുക്കറിയുന്നവരൊക്കെ ഏറ്റവും നല്ല സക്സസിലേക്ക് എത്തട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. കൂടുതൽ നന്മ വരട്ടെ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.